ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്. എൻ്റെ പേര് പ്രതിഭ കൃഷ്ണമൂർത്തി. തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ എൻ്റെ ട്വിൻ ഫ്ലെയിം ജേർണീനെ പറ്റി ഒന്ന് പറയാനും എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ആൻഡ് വൈ ഐ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് ദ യൂണിവേഴ്സ് ക്യാൻ ഗീവ് സമ്മൺ എന്ന് എനിക്ക് തോന്നാനുള്ള റീസൺസ് മെൻഷൻ ചെയ്യാനും ആൻഡ് മൈ ഇൻറ്റൻഷൻ ടുവേർഡ്സ് മേക്കിംഗ് ദിസ് വീഡിയോ ഇതൊക്കെ ഒന്ന് പറയാൻ ആണ് ഈ വീഡിയോ. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇത് എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഈ ജേർണി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണ് ഈ ജേർണി എന്നുള്ളത്, എത്ര സേക്രഡ് ആണ് ഇതെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവം നമ്മൾ ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ അതിൻ്റെതായ പേടികളും അതിൻ്റെതായ ഒരു നെർവസ് ഫീലിംഗ് ഒക്കെ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ സോൾസ് കോളിംഗ് ഇസ് ദിസ്. കുറേ നാളായിട്ട് തോന്നുന്നതാണ്. ആൻഡ് ഇപ്പം എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ബിക്കോസ് എല്ലാവർക്കും അറിയാം, വൺസ് സോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വൺസ് അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. മൈ ഇന്റൻഷൻ ടുവേർഡ്സ് ദിസ് പോസ്റ്റിംഗ് ഇറ്റ് ഇൻ സോഷ്യൽ മീഡിയ, ഒന്ന് എൻ്റെ സോൾ ട്രൈബ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ദോസ് ഹു ആർ ഇൻ ദിസ് ജേർണി അവരോടൊക്കെ ഒരു ഹായ് പറയാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരോട് ഇനിഷ്യൽ അവേക്കനിങ്ങിലുള്ള ആൾക്കാരോട് പറയാൻ ദാറ്റ് യു ആർ നോട്ട് alone in this journey എന്ന് പറയാനും ഒക്കെയാണ്. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് മൈ ഫസ്റ്റ് ഇന്റൻഷൻ. സെക്കൻഡ്, എനിക്ക് ആരെങ്കിലും ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ജേർണി കാരണം പുതുതായിട്ട് അവേക്കനിങ് ആവുന്ന ഏതെങ്കിലും ഒരു സോൾസിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി. ബിക്കോസ് ഈ ജേർണിയിൽ കടന്നു പോകുമ്പോൾ ഇനിഷ്യൽ ഇയേഴ്സ് എങ്ങനെയാണെന്ന് വളരെ നന്നായിട്ട് അറിയാം. എത്ര പെയിൻഫുൾ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് ഏറ്റവും ഡാർക്കസ്റ്റ് ലൈഫിൽ ഇത്രയും ഡാർക്കസ്റ്റ് ഫേസിൽ കൂടെ കടന്ന്, അത് ഒരു നെഗറ്റീവ് വേയിലല്ല പറയുന്നത്. സംടൈംസ് ദിസ് ജേർണി ക്യാൻ ബി റിയലി ഡാർക്ക്, റിയലി. കാരണം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇമോഷണലി വരുന്ന ചേഞ്ചസ്, മെന്റലി തോന്നുന്ന ചേഞ്ചസ്, ഫിസിക്കലി വരുന്ന ചേഞ്ചസ്, എല്ലാം സ്പിരിച്വലി വരുന്ന ചേഞ്ചസ്, പെട്ടെന്ന് കുറെ എക്സ്പീരിയൻസസ് ലൈക്ക് ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ഈഗോ ഡെത്ത്, ഈ പറയുന്ന പിന്നെ കുറച്ച് സൈക്കിക് ആക്ടിവേഷൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പെട്ടെന്ന് കുറെ ബോംബാർഡഡ് വിത്ത് നമ്പേഴ്സ്, സിങ്ക്രനിസിറ്റീസ്, മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത പോലെ അല്ലാത്ത എന്തൊക്കെയോ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് വരുമ്പോൾ, അതുകൊണ്ടാണ് ഇതിനെ ഒരു ഫോഴ്സ്ഡ് അവേക്കനിങ് എന്ന് പറയുന്നത്. പെട്ടെന്നാണ് ഇത് സംഭവിക്കുന്നത്. എൻ്റെ കേസിൽ ഒരു ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോയതായിരുന്നു. ആൻഡ് ദാറ്റ് ഹാപ്പൻഡ്. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ഒരു ദിവസം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയതുപോലെ. ആൻഡ് അത് ആ ഒരു ആക്ടിവേഷൻ ആയതിനു ശേഷം ദെൻ ബോംബാർഡഡ് വിത്ത് നമ്പേഴ്സ്, സിങ്ക്രനിസിറ്റീസ്, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എക്സ്പീരിയൻസ്, ഈഗോ ഡെത്ത്, ഇങ്ങനത്തെ കുറെ, ഇതിനെ പറ്റിയൊക്കെ ഞാൻ പതുക്കെ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം, എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഓരോരോ കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനത്തെ കുറെ എക്സ്പീരിയൻസസ് പെട്ടെന്ന് ഒരു മനുഷ്യന്റെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല, ഇതിനെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടെന്ന് അറിയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കും. ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട്, ഫാമിലി മെമ്പേഴ്സിനോട്, ഫ്രണ്ട്സിനോട്, ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മളൊന്ന് ഓപ്പൺ അപ്പ് ആവാൻ ശ്രമിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ നമ്മൾ വീണ്ടും പേടിക്കും, ഷട്ട് ചെയ്യും നമ്മളെ. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അഫ്കോഴ്സ് എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ആരോടാ ഞാൻ പറയുക, ഇതെങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യുക, എനിക്കിത് എന്തൊക്കെയാ ഫീൽ ചെയ്യുന്നത്, ഇതെന്തൊക്കെ ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വരുന്നത്, ഒന്നും മനസ്സിലാവാത്ത ഒരു പീരീഡ്.
ആൻഡ് ആ പീരീഡ് 1-2 ദിവസങ്ങളല്ല, ചിലവർക്ക് മാസങ്ങൾ, ചിലവർക്ക് വർഷങ്ങൾ. ആൻഡ് ഇറ്റ്സ് എ ലൈഫ് ലോങ് ജേർണി. പിന്നെ 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 ആകുമ്പോൾ നമ്മൾ ആ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ആവും. നമ്മൾ മനസ്സിലായി തുടങ്ങും കാര്യങ്ങൾ, നമുക്ക് എങ്ങനെ ഇത് മൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി തുടങ്ങും. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. അതിലെത്തുന്ന വരെ we need support. We need people who know about this journey. ഒരു ലൈറ്റ് കാണിക്കാൻ, ഒരു ഗൈഡൻസ് തരാൻ, സീ യു ആർ സേഫ്, കുഴപ്പമില്ല എന്ന് പറയാൻ സപ്പോർട്ട് വേണം. ആൻഡ് ആ സപ്പോർട്ട് നമുക്ക് ഈ ജേർണിയിൽ കൂടെ നടന്ന ആൾക്കാർക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് എന്താണ്. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് തരാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെന്റെ സോൾ പർപ്പസ് ആണ്, അത് മനസ്സിലായി. അതുകൊണ്ടാണ് ഇത് പുറത്ത് പറയാമെന്നും, എൻ്റെ ട്രൂത്ത് ഒളിപ്പിച്ച് വെക്കേണ്ടതല്ല, ഇറ്റ് ഷുഡ് കം ഔട്ട് ആൻഡ് ഐ ഷുഡ് സ്പീക്ക് മൈ ട്രൂത്ത്. അപ്പോഴല്ലേ നമ്മൾ നമ്മുടെ സോളുമായിട്ട് അലൈൻഡ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ നമ്മുടെ ട്രൂ സ്പിരിച്വൽ ഒരു ജേർണിയിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ നമ്മൾ അലൈൻമെന്റിലാണ്, നമ്മൾ നമ്മുടെ സത്യം പറയാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുമ്പോൾ. ഇതാണ് ഞാൻ, എനിക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടായി. ആൻഡ് ഐ എം നോട്ട് അഷെയിംഡ് ടു ടെൽ എനിബഡി ദാറ്റ് എനിക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളത്. അപ്പൊ അതിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഓത്തന്റിക് സെൽഫിലോട്ട് വരുന്നത്, നമ്മുടെ പവറിലോട്ട് വരുന്നത്. അത് തന്നെയാണ് ഈ ജേർണിയും. മൈൻഡ് ഓറിയന്റഡ് ആയിട്ട് പോവാതെ, ഐഡന്റിറ്റി ബേസ്ഡ് ജീവിക്കാതെ, മുമ്പ് ചെയ്ത ഓട്ടോ പൈലറ്റ് മോഡിൽ പോവാണ്ട്, when you connect with your soul and come into your authentic self and tell the truth and to live in that truth and to embody that truth. അത് തന്നെയല്ലേ. അപ്പൊ അത് നമുക്ക് ഇത് മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കും. ഇതിലോട്ട് എത്താനും കുറച്ച് ട്രയൽസ് ഉണ്ട്. അപ്പൊ ആ ട്രയൽസും ആ എക്സ്പീരിയൻസും എന്തൊക്കെയാണെന്ന് ഇനിയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ ഇടാം. So yeah, I am in a twin flame journey. That is a spiritual awakening journey. Twin flame, twin flame, twin flame, twin flame. Allah. It's not about another person. It's about me. It's about my spiritual awakening. അതിലോട്ടൊക്കെ പതുക്കെ 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 വരാം. അങ്ങനെ I just wanted to tell you, ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ, this is the biggest gift. This is the biggest gift one can ever have. ഓട്ടോ പൈലറ്റ് മോഡൊക്കെ വിട്ട്, ഐഡന്റിറ്റി വിട്ട്, മൈൻഡ് ഈഗോ ഐഡന്റിറ്റി വിട്ട് നമ്മൾ നമ്മുടെ സോളിലോട്ട് അലൈൻഡ് ആവുന്ന ഒരു ജേർണിയാണ്. ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് സംഭവിക്കും ഒരാളുടെ ലൈഫിൽ? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. അത് മനസ്സിലാവും, കുറച്ച് സമയം എടുക്കും. ആ സമയം എത്തുമ്പോൾ അത് മനസ്സിലാവും. ആ വൺനെസ്സിലോട്ട്, ആ ഇന്നർ യൂണിയനിലോട്ട് എത്തുന്ന വരെയുള്ള ഒരു സ്ട്രഗിൾ, അത്യാവശ്യം നല്ല സ്ട്രഗിൾ. ആ സ്ട്രഗിളിൽ എനിക്ക് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് സംസാരിക്കുന്നതും പറയുന്നതും. ആർക്കെങ്കിലും ഹെൽപ്പ് വേണം, സപ്പോർട്ട് വേണം, ഇനിഷ്യൽ ഫേസിലാണ്, പോവാൻ പറ്റുന്നില്ല, എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ആൻഡ് യു ക്യാൻ മെസ്സേജ് മീ ദാറ്റ് വാട്സപ്പ് ചെയ്താൽ മതി. ആൻഡ് ദെൻ വി ക്യാൻ കണക്ട് ആൻഡ് ടോക്ക്. യാ, വേറെ ഒന്നുമില്ല. എന്തോ പറയാമെന്ന് മറന്നുപോയി. വേറെ ഒന്നുമില്ല. അപ്പൊ ഇനിയും വീഡിയോസിൽ ഇതുപോലത്തെ വീഡിയോസ് ഇതുപോലെ തോന്നുന്ന ടൈമിൽ അപ്ലോഡ് ചെയ്യും. ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു കണക്ട് വിത്ത് മൈ പീപ്പിൾ, മൈ ട്രൈബ്. And thank you so much for watching this video. And stay connected. Sending lots and lots of love your way. I love you.